ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവനും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാ കാൽവരിയാഗത്തിനോർമ്മയുമായി. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവനും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാ കാൽവരിയാഗത്തിനോർമ്മയുമായി. ഇത്രയും സ്നേഹമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം ദ്വീപിലേക്ക് ആണ്ട് കടന്നു വരുമ്പോൾ നമ്മെ അനുദിനം കാത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഇന്നേ ദിവസത്തെ പൂർണ്ണമായ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കാണുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും ഈ നിമിഷം ഓർത്ത് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് 5ാം ജന്മദിനം ആഘോഷിക്കുന്ന ജോസിയ ജോമറ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന അഭിനന്ദന് വേണ്ടിയും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന ആ നിമിഷം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുവാനും ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തുടർന്ന് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഈ നിമിഷം ഈ ബലിവേദിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം ഈ ദിവലി നമുക്കർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ളവരെ, ഇന്ന് സെൻറ് മേരീസ് മേജർ ബസിലിക്കയുടെ പ്രതിഷ്ഠാ ദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. റോമിലെ പ്രധാനപ്പെട്ട 4 ബസിലിക്കയിൽ ഒന്നാണ് സെൻറ് മേരീസ് ബസിലിക്ക. കാരണം മാതാവിൻ്റെ സൃഷ്ടകാലം ചെലവഴിച്ചത് ആ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റോമിലെ തന്നെ ഏറ്റവും വലിയ ബസിലിക്കയും സെൻറ് മേരീസ് ബസിലിക്കയാണ്. ഇന്ന് ആ ദേവാലയ പ്രതിഷ്ഠയെക്കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് ഈ ദിവരഹസ്യം വളരെ യോഗ്യതാപൂർവം കൊണ്ടാടുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ പാപാവസ്ഥകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങൾ
ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥാൻ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നത് ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്ത ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹരോനുമെതിരെ ഒരുമിച്ച് കൂടി. ജനം മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹരോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരവാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹരോനും കൂടെ സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുൻപിൽ വച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജനം. ഇവിടെ വെച്ചാണ് ഇസ്രായേലിയർ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവരെന്നെ പരീക്ഷിച്ചു. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ, ഇതു ജീവൻ നൽകും വചനം ദൈവവചനം. ഇതു ജീവൻ നൽകും വചനം ദൈവവചനം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകി യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസ് ആണ്. ഈ പാറമേൽ എൻ്റെ സ്തഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ അത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് പത്രോസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഇവിടെ കേസറിയ ഫിലിപ്പി പ്രദേശങ്ങളിലെത്തുമ്പോൾ യേശുനാഥൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് ഏകദേശം 1.5 വർഷത്തോളം പരസ്യ ജീവിതകാലം പൂർത്തിയായി നിൽക്കുന്ന ഒരവസരത്തിലാണ് തൻ്റെ ശിഷ്യന്മാരോട് യേശുനാഥൻ ആവശ്യപ്പെടുന്നത് 2 പ്രധാന ചോദ്യങ്ങൾ. ഇവിടെ അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? യേശുനാഥന് തന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ ചിന്ത എന്താണെന്നറിയാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നത്. ഉടനെ തന്നെ അവർക്ക് ഉത്തരമുണ്ടായിരുന്നു. ചിലർ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്, ചിലർ ഏലിയ എന്ന് പറയുന്നുണ്ട്, ജെറമിയ എന്ന് പറയുന്നുണ്ട്, മറ്റു പലരും അനേകം പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പോലും പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം ആരോട് ചോദിച്ചാലും അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും മറ്റുള്ളവരെ എന്താണ് ചിന്തിക്കുന്നതെന്ന്. ഉടനെ തന്നെ യേശുനാഥൻ നിങ്ങൾ ഞാൻ ആരെന്നാണ് പറയുന്നത്? ആ ഒരു ചോദ്യം അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ്. 1.5 വർഷത്തോളം കാലം യേശുനാഥൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും കണ്ടും കേട്ടുമറിഞ്ഞ് കൂടെയുള്ള ശിഷ്യന്മാർക്ക് അത് പറയാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ പത്രോസ് ശ്ലീഹ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ഓർക്കുക, പത്രോസ് ശ്ലീഹ വളരെ ശരിയായ ഒരു ഉത്തരം നൽകുന്നു. യേശുനാഥൻ അവനെ ഒത്തിരിയേറെ പ്രശംസിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നു. നീ പത്രോസാണെന്ന്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ പത്രോസിനെ വാനോളം ഉയർത്തുകയാണ്, പ്രശംസ കൊണ്ട് മൂടുകയാണ്. കാരണം നിൻ്റെ മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ അഭിനന്ദിക്കുന്ന യേശുനാഥൻ. പക്ഷേ പത്രോസിൻ്റെ അറിവ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു. യേശുനാഥൻ താൻ കടന്നു പോകേണ്ടിയിരിക്കുന്ന സഹനത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് തടയുവാനാണ് പത്രോസ് ശ്രമിക്കുന്നത്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോകുന്ന പത്രോസ് യേശുനാഥനെ തടയുമ്പോൾ കടന്നു പോകൂ സാത്താനെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ അവനെ ശകാരിക്കുകയാണ്. കാരണം നീ എനിക്ക് പ്രതിബന്ധമാണ്, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ പിന്നെ ശകാരിക്കുന്ന യേശുനാഥനെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷൻ്റെ അവസാന ഭാഗം കാണുക. ഒന്ന് ഓർക്കുക, ഇന്ന് യേശുനാഥൻ ചോദിച്ച ഈ 2 ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് യേശുനാഥൻ ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ യേശുനാഥനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റുള്ളവർ യേശുനാഥനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 ഉത്തരങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ധ്യാനങ്ങളിലും മറ്റു പ്രാർത്ഥനകൾക്കൊക്കെ പോയ ഓരോ വ്യക്തികളും പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രവൃത്തി യേശുനാഥൻ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന അനുഗ്രഹം എനിക്ക് ലഭിച്ചു, അങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാം. അതേസമയം നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക വളരെ പ്രയാസമേറിയ ഒന്നാണ്. അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കാം എനിക്ക് പറയാൻ സാധിക്കുക. ഒരുപക്ഷെ ഒത്തിരിയേറെ ആലോചിച്ച് മറുപടി പറയേണ്ട ഒന്നായിരിക്കാം ആ ഒരു ചോദ്യം. കാരണം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണ്, എനിക്ക് ഇതുവരെ ക്രിസ്തു എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, എന്ത് അനുഭവമാണ് ക്രിസ്തുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ക്രിസ്തു എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്, ആ ക്രിസ്തു എന്താണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സഹോദരനാണോ, എൻ്റെ സഹോദരിയാണോ, എൻ്റെ അമ്മയാണോ, അപ്പനാണോ, എൻ്റെ ഉറ്റ സുഹൃത്താണോ, ഏത് രീതിയിലാണ് യേശുനാഥൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക? ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ എപ്പോഴും ചോദിക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യേശു എന്ന ആ നാമം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തെ പ്രതി ഒത്തിരിയേറെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ 2 സിനിമയെ പ്രതി യേശുവിൻ്റെ നാമം അവഹേളിക്കപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. അവരെ സംബന്ധിച്ച് യേശു എന്ന ആ വ്യക്തിയുടെ നാമം ഒരു കച്ചവട സാധ്യതയാണ്. ഒരുപക്ഷെ ആ സിനിമയിൽ യേശുവിനെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കാണാൻ ഒത്തിരിയേറെ പേർക്ക് ആഗ്രഹം തോന്നാം. ഇതിലെന്താണ് പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാം. അങ്ങനെ ഒത്തിരിയേറെ കച്ചവട സാധ്യതകൾ അവിടെയുണ്ട്. ഒത്തിരിയേറെ വ്യക്തികൾക്ക് ഇന്ന് യേശു എന്ന നാമം വെറുമൊരു കച്ചവടം സാധ്യതയുള്ള നാമം മാത്രമാണ്. അതേസമയം എൻ്റെ ജീവിതത്തിൽ യേശു എന്ന നാമത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ട്, എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രം യേശുവിൻ്റെ നാമം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു, എങ്ങനെ എന്നെ മുന്നോട്ട് നയിക്കുന്നു എന്ന് നാം ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഇതേ ചോദ്യം നമ്മൾ വേറൊരു രീതിയിലും നമുക്ക് ചോദിക്കാം. നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് അവനോട് ചോദിക്കുക, എന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം നമുക്കറിയാൻ സാധിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്ന വ്യക്തി ഇതാണ്. അതിനുശേഷം തൻ്റെ ആ ഉറ്റ സുഹൃത്തിനോട് ചോദിക്കുക, നിനക്കെന്താണ് തോന്നിയിട്ടുള്ളത്? ഒരുപക്ഷെ നമ്മളെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക ആ ഉറ്റ സുഹൃത്തിനായിരിക്കാം. പലപ്പോഴും നമ്മുടെ വിഷമതകൾ, നമ്മുടെ സന്തോഷങ്ങളെല്ലാം പങ്കുവച്ചിട്ടുള്ളത് ആ ഉറ്റ സുഹൃത്തിൻ്റെ അടുത്തായിരിക്കാം. ആ സുഹൃത്ത് നമ്മളോട് പറഞ്ഞു തരും, എനിക്ക് എന്താണ് നിന്നെക്കുറിച്ച് തോന്നിയിട്ടുള്ളതെന്ന്. അതിനുശേഷം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞ ഉത്തരങ്ങളുടെ വെളിച്ചത്തിൽ എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്, ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ സ്വീകരിക്കപ്പെടുക, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ സ്വീകരിക്കപ്പെടുക എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ദൈവത്തിന് ഉതകുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതല്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മറിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്. നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക.
യേശുനാഥനും ഒരുപക്ഷെ ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കാം ചോദിച്ചത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടതായിട്ടുണ്ടോ? മറ്റുള്ളവർ ഞാൻ വന്ന ആ പർപ്പസ് ആണോ തിരിച്ചറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണോ എന്നെ വിലയിരുത്തുന്നത്? അങ്ങനെ ഒരു വിലയിരുത്തലിന് വേണ്ടിയായിരിക്കാം യേശുനാഥൻ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകുക. പ്രിയമുള്ളവരെ, നമ്മളോട് ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചത് വരില്ല. അതേസമയം മറ്റുള്ളവർ പല കോണിൽ നിന്ന് നമ്മളെ നോക്കി കാണുമ്പോൾ പല തെറ്റുകളും പല പ്രശ്നങ്ങളും അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അതെല്ലാം നല്ല രീതിയിൽ എടുത്തുകൊണ്ട് വേണ്ട തിരുത്തുകൾ വരുത്തി ദൈവത്തിൻ്റെ നല്ല പുത്രന്മാരായി ജീവിക്കുവാൻ, പുത്രിമാരായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. കാഴ്ച സമർപ്പണത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ഈ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒത്തിരിയേറെ വ്യക്തികൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ നിമിഷം ഓർക്കാം. കൊറോണ വൈറസ് മൂലം ക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ബന്ധുമിത്രാദികളെയും ആരോഗ്യ പ്രവർത്തകരെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒത്തിരിയേറെ മക്കളുണ്ട്, അവരെ സമർപ്പിക്കാം. ഒത്തിരിയേറെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നീട്ടി അവർക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർക്കാം. കുടുംബകലഹങ്ങളുള്ള ഓരോ കുടുംബത്തെയും നമുക്ക് ഓർക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാരെ ഓർക്കാം. അങ്ങനെ നമുക്കറിയാവുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ശരീരവും രക്തവുമായി തീരാൻ പോകുന്ന ഈ അപ്പവും വീഞ്ഞിനോടും ഒപ്പം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കാഴ്ച സമർപ്പ ഗീതം ആലപിക്കാം. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സഹോദരൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലി വസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രന്റെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്താൽ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടാനും എല്ലാ അപേക്ഷകളും ബലമണിയാനും ഇടയാക്കുമാറാകട്ടെ. എൻ്റെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സകല വിസ്തൃതയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായ ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിന്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും
അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവ്വവിസ്തയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകെ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ ഭരിച്ചിരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ പൂവിന്റെ രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദികണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിന്നുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും അങ്ങയുടെ ഭർത്താവായ വായ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശ്വരോടുമൊത്ത് നിത്യജീവനെ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാന്റെ വിടുതലിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കാരുണ്യമേ, കൃത്തിൻ ആനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, കൃത്തിൻ ആനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനത്താൽ അങ്ങ് നവീകരിച്ച ഇവരെ നിരന്തര സഹായത്താൽ അനുയാത്ര ചെയ്യാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്ക് അർഹരാക്കാനും കഴിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിസമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് മുട്ടുമേലായിരുന്നുകൊണ്ട് ദിവികാന്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ആനയിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.